ഡൽഹിയിൽ തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത്. CJP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ നിലപാടിൽ അയവ് വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ നാളെ ഉച്ചവരെ സമയം തേടി. നാളെ വീണ്ടും ചർച്ച നടക്കും. രാജി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും രാജ്യവ്യാപക പ്രതിഷേധം നടത്താനാണ് CJPയുടെ നീക്കം. പ്രതിഷേധക്കാർക്ക് നേരെ നിയമ നടപടി ഉണ്ടാകില്ലെന്നും മരിച്ച കുട്ടികളുടെ കുടുംബത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുമെന്നും കേന്ദ്ര സർക്കാർ CJP നേതാക്കൾക്ക് ഉറപ്പ് നൽകി. ചർച്ചയ്ക്ക് ശേഷമുള്ള പ്രതികരണം നേരത്തെ നമ്മൾ കണ്ടിരുന്നു. സൗരവ് ദാസിന്റെ പ്രതികരണമായിരുന്നു നമ്മൾ കേട്ടത്. ബി ബാലഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ബാലു, പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. 2 കാര്യങ്ങളിൽ തീരുമാനം. മറ്റൊന്ന് രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്രശ്നമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. എന്ത് നിലപാട് ഈ മന്ത്രിമാരോട് വിദ്യാർത്ഥി പ്രതിനിധികൾ CJP അംഗങ്ങൾ പറഞ്ഞു? നിലപാട് എന്തായിരുന്നു തിരിച്ച്? നേരത്തെ തന്നെ ഈ 2 ആവശ്യങ്ങൾ, അതായത് ഈ നഷ്ടപരിഹാരം നൽകലും അതുപോലെ തന്നെ കേസുകൾ പിൻവലിക്കുന്നതിനുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ അനുകൂല നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ചുള്ള കാര്യത്തിലാണ്. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് CJP നേതാക്കൾ ഈ കേന്ദ്രമന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിൽ വ്യക്തമാക്കിയാണ് ഉണ്ടായത്. തുടർന്നാണ് കേന്ദ്രമന്ത്രിമാർ ഇക്കാര്യത്തിൽ മറുപടി നൽകുന്നതിന് നാളെ ഉച്ചവരെ സമയം തേടിയിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ ഫലത്തിൽ ഈ CJP നേതാക്കളോട് സാവകാശം തേടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നാളെ ഉച്ചയോടുകൂടി കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർക്ക് കൃത്യമായൊരു മറുപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിലേറ്റവും സുപ്രധാനമായ കാര്യം, ഈ കേന്ദ്ര സർക്കാർ ഇതുവരെ ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ച് ഒരു ചർച്ച പോലും ഇല്ല എന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ചർച്ച ചെയ്തതിന് ശേഷം നാളെ തീരുമാനം അറിയിക്കാമെന്ന് പറയുമ്പോൾ മുൻ നിലപാടിൽ നിന്ന് നേരിയ ഒരു പിന്മാറ്റം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, ഡൽഹിയിൽ മാത്രമല്ല മുംബൈ, അതുപോലെ തന്നെ പട്ന, ജമ്മു തുടങ്ങിയ പല പ്രദേശങ്ങളിലും ഈ സമരത്തിന് അനുകൂലമായി വലിയൊരു തരത്തിലുള്ള ജനവികാരം ഉയരുന്നുണ്ട്. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കണ്ടില്ല എന്ന് നടിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ തയ്യാറാകുന്നത്. BJPക്കുള്ളിൽ പോലും പല നേതാക്കളും ധർമ്മേന്ദ്ര പ്രധാന്റെ എതിരെ ഉള്ള ഒരു അഭിപ്രായമൊക്കെ രഹസ്യമായൊക്കെ പറഞ്ഞും തുടങ്ങി. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, മുരളി മനോഹർ ജോഷി അദ്ദേഹത്തിനെതിരെ, ഈ ധർമ്മേന്ദ്ര പ്രധാനെതിരെ കാര്യമായ ആരോപണങ്ങളൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്നതും പൊതുവെ കണ്ടിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ കീഴിലുണ്ടായിരുന്ന വകുപ്പ് സെക്രട്ടറിക്ക് അദ്ദേഹത്തിന് സുപ്രധാനമായ എല്ലാ സ്ഥാപനങ്ങളുടെയും ചുമതല നൽകിയായിരുന്നു പ്രധാൻ സംരക്ഷിച്ചിരുന്ന. ആ സംരക്ഷണമൊക്കെ ഇന്നലെ രാത്രിയോടുകൂടി നഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ തന്നെ വകുപ്പിൽ നിന്ന് മാറ്റിയിരുന്നു. ഏതായാലും നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ധർമ്മേന്ദ്ര പ്രധാൻ ഒരു ബാധ്യതയായി മാറുകയാണ്. ആ ബാധ്യത സംബന്ധിച്ചുള്ള, അത് തുടരണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം നാളെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ CJP നേതാക്കളെ അറിയിക്കുകയും ചെയ്തത്.